മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഓഹരി വിപണി ഒരു താഴോട്ടുള്ള പാതയിലാണ് നമ്മൾ വെള്ളിയാഴ്ച അവസാനിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം GDP പ്രതീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് രൂപയുടെ തകർച്ചയാണ്. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ 56 കടന്ന് 57ലേക്ക് അടുക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുവെ നെഗറ്റീവായി വന്നു. ഏതായാലും വിപണിയെക്കുറിച്ച് സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, തീർച്ചയായും GDPയുടെ ഒരു കാര്യങ്ങൾ പൊതുവെ വറിയിങ് ആയിട്ട് തോന്നാം ഒറ്റ നോട്ടത്തിൽ. പക്ഷേ യഥാർത്ഥത്തിൽ 4ാം പാദത്തിലെ GDP ഒക്കെ കൂടുകയാണ് ചെയ്തത്. അടുത്ത 1-2 പാദം ആവുമ്പോഴേക്കും കാര്യങ്ങൾ മെച്ചപ്പെടും എന്നുള്ള ശുഭപ്രതീക്ഷയുമുണ്ട്. ഈ 10 വർഷത്തെ ലോ വരും എന്നുള്ളത് നേരത്തെ തന്നെ മാർക്കറ്റ് ഡിസ്കൗണ്ടഡുമായിരുന്നു ഒരു പരിധിവരെ. എങ്കിലും പിന്നെ മറ്റൊന്ന് രൂപയുടെ ഇടിവ്. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഈ ഇടിവ് വളരെ താൽക്കാലികമല്ലേ? തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ അനിവാര്യമായിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ് ന്യൂസിലും അതുപോലെ തന്നെ മാർക്കറ്റ് വാച്ചിലൊക്കെ തന്നെ നമ്മൾ ഒരു കോഷ്യസ് അപ്രോച്ച് ഇൻവെസ്റ്റേഴ്സ് എടുക്കണം എന്ന് പറയാനുള്ള റീസൺ അത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു ഫെയർ വാല്യൂയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിലോ 6000 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും എൻട്രി ചെയ്യാനുള്ള ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. വാല്യുവേഷൻ ഫെയർ വാല്യൂയിലേക്ക് വരുന്നു. 5900 ആണ് ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ വരാവുന്ന ഒരു സപ്പോർട്ട്. അപ് ടു 5900 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയായിരിക്കും നല്ലത്. പല സ്റ്റോക്കുകളും ഇപ്പോൾ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റിസൾട്ട് സീസൺ ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ട് ഒരു മിക്സഡ് ട്രെൻഡ് തന്നെയായിരുന്നു. എന്തായാലും മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. GDP ഒരിക്കലും മാർക്കറ്റിന് പ്രതീക്ഷയ്ക്ക് വിപരീതമായിരുന്നില്ല. GDP ഇത് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് തന്നെയാണ്. പിന്നെ ഗ്ലോബലി വന്നിരിക്കുന്ന ചില ബാഡ് എക്കണോമിക് ഫിഗേഴ്സ് തന്നെയാണ് ഒരു ഗ്ലോബൽ സെൽ ഓഫ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടു എന്ന് മാത്രമേ ഈ ഒരു കറക്ഷനെ കൊണ്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വെള്ളിയാഴ്ച ദിവസത്തോടു കൂടി ഒട്ടനവധി വാർത്തകൾ വിപണിയിൽ വന്നു. അതിൽ പ്രധാനപ്പെട്ടത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് അവരുടെ KG ഗ്യാസിൻ ഔട്ട്പുട്ട്, അത് KG D6 ഗ്യാസ് ഔട്ട്പുട്ട് ഡ്രോപ്സ് ടു ഫ്രഷ് ലോ എന്ന തരത്തിലൊരു വാർത്ത വന്നു. ഒപ്പം ഓപ്റ്റോ സർക്യൂട്ട്, ഒരു കാലത്ത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡാർലിംഗ് ആയിരുന്ന ഓഹരിയാണ്, സ്റ്റെൻഡ് നിർമ്മിക്കുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കമ്പനി. പക്ഷേ അവരുടെ മാനേജ്മെന്റ് ചില സുഖകരമല്ലാത്ത പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം ആ ഓഹരി ഇടിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പതനം, ഏകദേശം 38% ലോവർ ഇതിലാണത് ക്ലോസ് ചെയ്തത്. ഒപ്പം തന്നെ കിങ്ഫിഷർ എയർലൈൻസ്, കിങ്ഫിഷർ എയർലൈൻസിൻ്റെ ലോസ് 86% കൂടി. കാരണം പ്ലെയിനുകൾ ഒന്നും ആകാശത്തിലേക്ക് പറക്കുന്നില്ല. പിന്നെ ഒപ്പം ജെറ്റും താഴെ പോയി. മറ്റൊന്ന് സ്വിസ്ലോൺ. അപ്പോൾ ഈ 4 ഓഹരികളുടെ കാര്യം, സ്വിസ്ലോൺ ഹിറ്റ്സ് ന്യൂ ലോ ആഫ്റ്റർ ബിഗ് ക്വാർട്ടർലി ലോസ് എന്നാണ് വാർത്ത. ഇതിൽ ജെറ്റ് എയർവേസ്, ദെൻ ഏവിയേഷനിൽ കിങ്ഫിഷർ, ഇത് രണ്ടും നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് വാർണിംഗ് കൊടുത്തതാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിലല്ല ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. കിങ്ഫിഷർ നമ്മൾ നേരത്തെ 20 ലെവലുള്ളപ്പോൾ തന്നെ എക്സിറ്റ് പറഞ്ഞതാണ്. ദെൻ അതിനുശേഷം ഇത്തിഹാത്തുമായിട്ടുള്ള ടൈപ്പ് ജെറ്റ് എയർവേസ് ഒരു ഷാർപ്പായിട്ടുള്ള മൂവ് ഉണ്ടായിരുന്നു. അവിടെയും ഒരു കോഷ്യസ് അപ്രോച്ച് എന്നുള്ള വാർണിംഗ് തന്നു. ദെൻ സ്വിസ്ലോണാണ്. സ്വിസ്ലോണിനെ സംബന്ധിച്ച് ഇൻഡസ്ട്രി വളരെ നല്ലതാണ്, ഒരു ഫ്യൂച്ചറുള്ള ബിസിനസ് തന്നെയാണ്. പക്ഷേ ഓരോ ക്വാർട്ടറും റിസൾട്ട് മോശമായി വരുന്നു എന്നുള്ളതാണ്. ഓർഡർ ബുക്ക് വളരെ ശക്തമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ സ്വിസ്ലോൺ അതെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എൻട്രി പോയിന്റ് ആണ് സ്വിസ്ലോൺ. ഈ കറക്ഷൻ വളരെ ഒരു ഹെൽത്തി കറക്ഷൻ തന്നെയാണ് റിസൾട്ടിന് ശേഷം വന്നു. ഇപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ ഒരു ഡിസിഷൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. ഈ ഒരു വാല്യൂ വളരെ ഫെയർ വാല്യൂവിലാണ് സ്വിസ്ലോൺ ട്രേഡിംഗ് നടക്കുന്നത്. അതുപോലെ ജെറ്റ് എയർവേസ് ഇപ്പോഴത്തെ വാല്യൂഷൻ ബിലോ 500, 480, 500 എന്ന് പറയുന്ന ലെവൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. കിങ്ഫിഷർ ഒരിക്കലും അവോയ്ഡ് ചെയ്യേണ്ട സ്റ്റോക്കാണ്. ദെൻ ഒപ്റ്റോ സർക്യൂട്ട് 4th ക്വാർട്ടർ റിസൾട്ട് വളരെ മോശമായി. മാനേജ്മെന്റ് പല ലെവലിലുള്ള പല പ്രശ്നങ്ങൾ. അപ്പോൾ ആ സ്റ്റോക്കും തൽക്കാലം ആ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്, അവോയ്ഡ് ചെയ്യുക. പിന്നെ വാല്യുവേഷൻ ഈ പറഞ്ഞ രീതിയിൽ ബിലോ 40, 35, 36 ലെവലിലാണ് ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. അത് ചിലപ്പോൾ ഒരു അട്രാക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടായിരിക്കാം. റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് ഒപ്റ്റോ സർക്യൂട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇനി റിലയൻസ് എപ്പോഴും ന്യൂസ് ഡ്രിവൺ ആണ്. അപ്പോൾ ഒരു സമയത്ത് പറയും ഗ്യാസ് കണ്ടുപിടിച്ചു, വേറൊരു സമയത്ത് ഗ്യാസ് പ്രൊഡക്ഷൻ കുറവാണെന്ന് പറയും. അതൊരു സ്പെക്യുലേറ്റീവ് സ്ക്രിപ്റ്റാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ റിലയൻസ് സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. എപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഒരു ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ റിലയൻസ് എപ്പോഴും സ്റ്റേ ഇൻവെസ്റ്റഡ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാത്രമേ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ സ്റ്റോക്ക് എപ്പോഴും ഒരു റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ഇൻവെസ്റ്ററുടെ കയ്യിൽ ഒരു ചെറിയ സ്റ്റോക്കെങ്കിലും ഉള്ളത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. നമുക്ക് സ്വർണ്ണത്തിൻ്റെ കാര്യം ഒന്ന് പെട്ടെന്ന് പരിശോധിക്കാം. കാരണം ആഗോള വിപണിയിൽ സ്വർണം ഒരു ബൗൺസ് ബാക്ക് കാണിക്കുന്നുണ്ട്. $1,400
$1 മുകളിലേക്ക് ട്രോയ് ഔൺസിന്റെ വില എത്തിയും അല്പം അതിൽ താഴെയും ആ റേഞ്ചിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെയാണെങ്കിൽ രൂപ താഴേക്ക് പോവുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് ഇവിടെ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില കൂടാനുള്ള സാധ്യത കാണുന്നുണ്ടോ? താൽക്കാലികമായിരിക്കാം, ആത്യന്തികമായി അത് താഴേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണോ? ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗോൾഡ് കുറച്ചുകൂടെ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ ലോങ് ടൈം വ്യൂവിൽ വീണ്ടും ഗോൾഡ് കറക്റ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം നമ്മൾ ഇത് സ്റ്റോക്ക് പോലെ തന്നെയാണ്, പല ന്യൂസുകളും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതുകൊണ്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാം. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നമ്മൾ ഒരു ലോങ് ടൈം, ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇപ്പോൾ മേടിച്ച് കുറച്ച് വിൽക്കുക എന്നുള്ള സ്ട്രാറ്റജി അല്ലല്ലോ. ഇപ്പോൾ ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഇനിയും എനിക്ക് തോന്നുന്ന അവസരം ലഭിക്കും. പേഷ്യൻസോടുകൂടി കാത്തിരിക്കുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. ഇപ്പോൾ നമുക്കറിയാം റുപ്പി വളരെ വീക്കായി പോകുന്നു. ഗ്ലോബലി തന്നെ മറ്റ് കറൻസിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഡോളർ വളരെയധികം ശക്തി പ്രാപിക്കുന്നു. ഒരു നാച്ചുറൽ ഡിമാൻഡ് ഡോളറിൽ വന്നു. അതാണ് ഒന്ന്. രണ്ടാമത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ എപ്പോഴും ഡിമാൻഡ് കൂടുന്തോറും അത് ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ബൈ ചെയ്യുന്നു, ബാങ്കുകളെ ഇമ്പോർട്ടേഴ്സ് സമീപിക്കുന്നു, ബാങ്കുകൾ ഹെഡ്ജ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടലി ഗ്ലോബലി തന്നെ ഒരു ഡിമാൻഡ് ഡോളറിൽ വന്നു. അതാണ് ഈ ഡോളർ ഹയർ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ ഒരു മൂവ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അതല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഒരു 57 താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത നമ്മൾക്കിപ്പോൾ ഒരു 57 അല്ലെങ്കിൽ 57-50 എന്നുള്ള ഒരു ലെവൽ ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതാത് സമയങ്ങളിൽ വരുന്ന ന്യൂസുകളാണ്. ചിലപ്പോൾ 58 വരെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഗവൺമെന്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ. കാരണം ഒന്ന് ക്രൂഡ് ഓയിൽ പ്രൈസ്, രണ്ട് ഗോൾഡ് ഇമ്പോർട്ടൊക്കെ വളരെയധികം കൂടുകയാണ്. ഇതൊക്കെ വളരെയധികം ഡിമാൻഡ് ഡോളറിന് വരുന്നതാണ്. അതിൽ ഗ്ലോബലി തന്നെ എല്ലാ കറൻസിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരു നാച്ചുറൽ ഗ്രോത്ത് ഈ ഡോളറിന് സംഭവിച്ചു. കാരണം US വന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഡാറ്റകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഏത് ലെവൽ വരെ പോകും എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ഇവിടെ ഗവൺമെന്റ് എഫക്റ്റീവായിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു മെഷർ എന്ന് പറയുന്നത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടന്നാൽ പ്രതാപ് ചന്ദ്രൻ, അദ്ദേഹം മുൻപ് മാർക്കറ്റ് വാച്ചിൽ ഭുവനേന്ദ്രൻ പറയുകയുണ്ടായി മെറ്റൽ സെക്ടറിൽ ഇനിയും ഒരു കറക്ഷൻ പോസിബിലിറ്റി ഉണ്ട് എന്ന തരത്തിൽ. ആ കറക്ഷൻ സംഭവിച്ചുവോ? ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു കൃത്യമായ സമയമാണോ ഇത്തരം ഓഹരികൾ വാങ്ങാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഓഹരികൾ ടാറ്റ സ്റ്റീലും ഹിൻഡാൽകോയുമാണ്. മറ്റൊന്ന് ടാറ്റ മോട്ടോഴ്സിൽ അദ്ദേഹം 318 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസം റിസൾട്ട് വളരെ അതിഗംഭീരമായ റിസൾട്ടായിരുന്നു. 3945 കോടി രൂപ, ഏകദേശം 4000 കോടി രൂപയുടെ ലാഭം കൊണ്ടുവന്നു ടാറ്റ മോട്ടോഴ്സ്, പ്രത്യേകിച്ചും ജാഗ്വാർ ലാൻഡ് റോവറിന്റെ യൂറോപ്പിലെ വലിയ റിസൾട്ട് കാരണം. മറ്റൊന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അദ്ദേഹം വാങ്ങിയത് ഇപ്പോൾ പ്രോഫിറ്റിലാണ്. ഈ ഓഹരികളിലൊക്കെയുള്ള പുതിയ എൻട്രി പോയിന്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ മെറ്റൽ സെക്ടർ നമ്മൾ പറഞ്ഞിരുന്നു ഒരു കറക്ഷന്റെ സാധ്യത, ഗ്ലോബലി വന്നിരിക്കുന്ന ഒരു ഡിമാൻഡ് കുറവ്, ചൈനയുടെ മോശം എക്കണോമിക് ഡാറ്റ, അതുകൊണ്ടാണ് ടാറ്റ സ്റ്റീലും അതുപോലെ തന്നെ ഹിൻഡാൽകോ തൽക്കാലം ഇൻവെസ്റ്റ്മെന്റ് നടത്തണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ അടുത്ത കറക്ഷനോടുകൂടി വീണ്ടും ഈ സെക്ടറിൽ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റ്മെന്റിൽ അവസരം വരികയാണ്. ഇപ്പോൾ ടാറ്റ സ്റ്റീലിന്റെ ഒരു വാല്യൂ ഇമ്മീഡിയറ്റ് സ്റ്റോക്കിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 280 ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോഡാണ്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 263. ഈ രണ്ട് ലെവൽ ടാറ്റ സ്റ്റീൽ ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇദ്ദേഹത്തിനും ബാക്കി ഇൻവെസ്റ്റേഴ്സിനും ടാറ്റ സ്റ്റീൽ സ്റ്റോക്ക് ആവറേജ് ചെയ്യേണ്ടത് ഷെയറെ സംബന്ധിച്ച്. കാരണം ഈ റാലിയിലൊന്നും ഈ ടാറ്റ സ്റ്റീൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പലരുടെയും കയ്യിലുള്ള സ്റ്റോക്ക് എബോവ് 400 അല്ലെങ്കിൽ 350 ലെവലാണ്. അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യാനായിട്ട് 280, 263 ലെവൽ അഡ്വൈസബിൾ ആണ്. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ ഈ റിസൾട്ടിന് ശേഷം 2 ദിവസം മുമ്പ് പോലും ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്മൂവ് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷനാണ്. ആ കറക്ഷൻ അത് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ദെൻ ഹിൻഡാൽകോയാണ്. ഹിൻഡാൽകോ 2 സപ്പോർട്ട് ലെവൽ 98 and 92 2 സപ്പോർട്ട് ലെവലാണ്. 112 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ മോട്ടോഴ്സ് അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അടുത്തൊരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 302 ആണ്. അതൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ ആണ്. 284 ആണ്. പലപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 280-84 ലെവൽ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന റിസൾട്ട് വളരെ പോസിറ്റീവാണ്. അത് ഈ സ്റ്റോക്കിൽ ഒരു കുറച്ച് വാല്യുവേഷൻ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് സ്റ്റോക്കിനുണ്ട്. പക്ഷേ ടോട്ടൽ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിലും കറക്ഷൻ സംഭവിക്കാം. ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട് 302 ലെവലാണ്. അതൊരു ഫസ്റ്റ് എൻട്രി പോയിന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പിന്നെ ഗ്ലോബലി
പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിൽ ചെറിയൊരു എക്സ്പോഷർ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് അഡ്വൈസബിൾ ആണ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദ്ദേഹം ഹോൾഡ് ചെയ്തിരിക്കുന്നത് മഹീന്ദ്രയാണ്. മഹീന്ദ്ര വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്, അതെ ബെറ്റർ ഫിഗറാണ് പുറത്തു വന്നിരിക്കുന്നത്. 1040 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫ്രൈഡേ ചെറിയൊരു കറക്ഷൻ നേരിട്ടെങ്കിലും ഇപ്പോഴും ഈ സ്റ്റോക്കിന് സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. 920 ആൻഡ് 877. 877ലേക്ക് വരണമെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ വരികയുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ 920 സേഫ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എൻട്രി പോയിന്റ് തന്നെയാണ്. 1040 ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സിറ്റ് പോയിന്റ് ആയിട്ട് അദ്ദേഹം പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ എല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അടുത്ത എൻട്രി എന്ന് പറയുന്നത് മെറ്റൽ സെക്ടറിൽ ഈ കറക്ഷൻ വരുമ്പോൾ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നമുക്ക് അരുൺ പൈ അദ്ദേഹത്തിന്റെ ചോദ്യം, പോർട്ട്ഫോളിയോയിലുള്ള ഓഹരികൾ ഇപ്പോൾ BHEL 290 ലെവലിൽ വാങ്ങിയിട്ടുണ്ട്, ജയ് കോർപ്പ് 190 ലെവലിൽ വാങ്ങിയിരുന്നു, യൂണിടെക് 40 രൂപയുടെ ലെവല്, വിജയ ബാങ്ക് 80 രൂപയുടെ ലെവല്, IOC 310 ലെവലിൽ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം മുൻപ് നമ്മൾ മാർക്കറ്റ് വാച്ചിൽ കൊടുത്തിരുന്ന ഓഹരികൾ, പ്രത്യേകിച്ചും ഗ്ലെൻമാർക്ക്, പിഡിലൈറ്റ്, അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഹാവൽസ്, ലൂപ്പിൻ, എക്സൈഡ്, ഈ ഓഹരികളിൽ തുടർന്നും നിക്ഷേപം നടത്താമോ? തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളൊക്കെ അദ്ദേഹം പ്രോഫിറ്റിലാണ്. അതേസമയത്ത് മിഡ് ക്യാപ്പ് കുറച്ച് സ്റ്റോക്കുകൾ, ഇപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത BHEL, ജയ് കോർപ്പ്, ഇതൊക്കെ വലിയ ലോസ് അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾ ഇപ്പോൾ ലൂപ്പിൻ, BHELനെ സംബന്ധിച്ച് അഗൈൻ 190 ആൻഡ് 178 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 224 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ജയ് കോർപ്പ് 50 ആൻഡ് 42 ഫണ്ടമെന്റലി അത്ര സൗണ്ട് അല്ല. 42 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇതേ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യുക. ജയ് കോർപ്പിനെ കുറിച്ച് പറയുമ്പോൾ, ജയ് കോർപ്പ് എന്ന് പറയുന്ന കമ്പനി ഒരു കാലത്ത് വിപണിയുടെ ഡാർലിംഗ് ആയിരുന്നു. കാരണം റിലയൻസ്, മുകേഷ് അംബാനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആനന്ദ് ജെയിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി, റിലയൻസിനും പങ്കാളിത്തമുണ്ടെന്ന് ജനം വിശ്വസിച്ചിരുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിന് ആ തരത്തിലുള്ള ഒരു ഫെയർ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ചാം നഷ്ടപ്പെട്ട പോലെയാണ് തോന്നുന്നത്. മാത്രമല്ല ഇപ്പോഴും പലരും പറയുന്നത് ഈ ജയ് കോർപ്പ് ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അവർ പറയുന്നത് മുംബൈക്ക് അടുത്തെവിടെയോ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ പലവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി എന്നാണ് പൊതുവേ ഉള്ള ഒരു ഇത്. പക്ഷേ ഇപ്പോഴും ഒരു ധാരണാ പിശകുകൾ അല്ലെങ്കിൽ ശരിയായ ധാരണ അതിനെപ്പറ്റി കിട്ടിയിട്ടില്ല. ഫണ്ടമെന്റലി സ്റ്റോക്ക് അത്ര സൗണ്ട് അല്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അതാണ് ഇതിന്റെ ബൈയിങ് ലെവൽ എന്ന് പറയുന്നത് വളരെയധികം ഹയർ ലെവലിലാണ്. ഇപ്പോൾ ഏകദേശം 55 ജയ്. അതെ, ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 50 ആൻഡ് 42. ഈ 42-50 ലെവൽ വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഒന്നുകൂടി സ്റ്റോക്ക് ആവറേജ് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം പ്രൊഡക്റ്റ് എത്ര മോശമാണെങ്കിലും മാനേജ്മെന്റ് മോശമാണെങ്കിലും മാർക്കറ്റിലൊരു തിരിച്ചുവരവ് വരുമ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ മിഡ് ക്യാപ്പിലൊക്കെ തന്നെ ഒരു റാലി സംഭവിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ എഗൈൻ ഈ സ്റ്റോക്ക് ഒന്നുകൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദ്ദേഹത്തിന്റെ യൂണിടെക് ആണ്. യൂണിടെക് റിയാലിറ്റി സെക്ടറാണ്. മാനേജ്മെന്റ് ലെവലിലും ഇൻഡസ്ട്രി ലെവലിലും കുറേയധികം ഇഷ്യൂസ് നിലനിൽക്കുന്നു. എന്നാലും 22 ലെവൽ വരികയാണെങ്കിൽ അഗൈൻ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. എനിക്കൊന്ന് കുറച്ചുകൂടെ പേഷ്യൻസ് റിയാലിറ്റി ഇൻഫ്രാ സെക്ടറിൽ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ഈ സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡ് ചെയ്യുക, യൂണിറ്റേക്ക് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുക. ദെൻ അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യുന്ന ഒന്നായിരിക്കും. 22 ആൻഡ് 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 17 ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. 31 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് വിജയ ബാങ്ക് ആണ്. വിജയ ബാങ്ക് ഈ റാലിയിലൊന്നും അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. 48 ആൻഡ് 42 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 64 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ സ്റ്റോക്ക് 270 ആൻഡ് 254 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 320 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ കുറച്ച് മിഡ് ക്യാപ്പ് സ്റ്റോക്ക് അദ്ദേഹത്തിന് വലിയ ലോസ് സമ്മാനിച്ചിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഈ ഒരു മിഡ് ക്യാപ്പിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അടുത്തൊരു 1 ഇയർ മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും. അടുത്തൊരു റിയൽ റാലി മാർക്കറ്റിൽ സംഭവിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇലക്ഷന് ശേഷം മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. അതിനു മുമ്പ് മാർക്കറ്റിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകാം. അത് ഓരോ ഇൻവെസ്റ്റേഴ്സും ക്യാപിറ്റലൈസ് ചെയ്യുക. മാക്സിമം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 6800 വരെ അപ്പർ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നത് 5700 ആണ്. അതേ സമയത്ത് 5700 വരാനും 6800 വരാനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിന് മിഡിലായി കിട്ടുന്ന ഫ്ലക്ച്വേഷൻസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ ഇൻവെസ്റ്റേഴ്സും തയ്യാറാകുക. അടുത്തൊരു കറക്ഷൻ എന്ന് പറയുന്നത് 5900 എന്ന് പറയുന്നത് ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. ആ ഒരു ലെവൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. എന്തായാലും ഇലക്ഷന് മുമ്പ് വിപണിയിൽ ഓൾ ടൈം ഹൈ സെൻസെക്സും നിഫ്റ്റിയും കട്ട് ചെയ്യുമോ? തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.
മാർക്കറ്റ് വാച്ച് തുടരുന്നു. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് അടുത്ത വർഷം മാത്രമേ പൊതുതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് UPA നേതാക്കളൊക്കെ പറയുന്നത്. ആ സാഹചര്യം പരിഗണിക്കുകയും ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഫ്രാക്ചേർഡ് മാൻഡേറ്റ് ആണ് ഉണ്ടാവുകയും ചെയ്യുന്നതെങ്കിൽ വലിയ രീതിയിൽ ഒരു 1000 പോയിന്റൊക്കെ താഴേക്ക് പോരാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. അതിന് മുൻപ് ഈ ഇലക്ഷന് മുൻപ് ഈ ഓൾ ടൈം ഹൈ സെൻസെക്സിനെ സംബന്ധിച്ച് ഏകദേശം 21,200 സംതിങ് ആണ്. ആ ലെവലുകൾ കട്ട് ചെയ്ത് മുന്നോട്ട് പോകുമോ? തീർച്ചയായിട്ടും ഈ വർഷം നമ്മളൊക്കെ ശക്തമായിട്ട് വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും മാർക്കറ്റിൽ ഒരു പുതിയ ഹൈ ഈ വർഷം വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഒന്ന്, ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷനിൽ വളരെ ശക്തമായിട്ടുള്ള ചേഞ്ച് സംഭവിച്ചു. അത് ഇന്ത്യൻ ഇക്കണോമിക് സെക്ടറിലും ഉണ്ട്. ഇക്കണോമിക് ന്യൂസുകൾ വളരെ ബെറ്റർ തന്നെയാണ്. ഈ പൊളിറ്റിക്കൽ ആയിട്ട് നിൽക്കുന്ന അൺസർട്ടനിറ്റി മാത്രമാണ് മാർക്കറ്റിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അത് ഈ ഇക്കണോമിക് ഡാറ്റകൾ ബെറ്ററായി വരുന്നതുകൊണ്ടാണ് FIs ഇപ്പോഴും കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ നിൽക്കുന്നത്. പക്ഷേ ഇത്രത്തോളം FIs ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് നമ്മുടെ റുപ്പി വീക്കായി പോകുന്നു. ഇതൊന്ന് ഗവൺമെന്റ് ശക്തമായിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഈ വർഷം നിഫ്റ്റി എനിക്ക് തോന്നുന്നു ഒരു 6,800 ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് നിഫ്റ്റിയിൽ വരാവുന്ന ഒരു ടാർഗറ്റ് 6,350, 300, 350 ആണ്. അത് ചിലപ്പോൾ ഒരു ബെറ്റർ ഇക്കണോമിക് ഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും അനൗൺസ്മെന്റുകൾ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റിൽ. ഭുവനേന്ദ്രൻ, ഒരു സാങ്കല്പികമായ ചോദ്യം. അത് ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് ഇപ്പോൾ ധാരാളം ഓഹരികൾ ഈ റാലിയിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ വാങ്ങുന്നവരെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വ്യക്തമായ മാൻഡേറ്റ്, ഒരു ജനവിധി കിട്ടുന്നില്ല എങ്കിൽ ഓഹരി വിപണി വലിയ രീതിയിൽ താഴെ പോയാൽ ഇപ്പോൾ വാങ്ങി ദീർഘകാല നിക്ഷേപം എന്ന തരത്തിൽ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? തീർച്ചയായിട്ടും ആ സനൽ പറഞ്ഞ അത് പോയിന്റ് വളരെ വ്യക്തമാണ്. ഇതിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് 10% ഇൻട്രസ്റ്റ് ലഭിക്കും. ഇനി അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ജനവിധി ഉണ്ടായില്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കും. പക്ഷേ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനു മുമ്പ് തന്നെ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇലക്ഷന് ശേഷമാണ് ഇങ്ങനെ ഒരു മോശം റിസൾട്ട് വന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കും. പക്ഷെ അതിനൊക്കെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സനൽ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേം ആണ്. അത് ഒരു വർഷമല്ലല്ലോ. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ വരും. അപ്പോൾ അവിടെയാണ് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഇൻഡസ്ട്രി നശിച്ചു പോകാൻ പോകുന്നില്ല. ഒരു ഇലക്ഷന് മാൻഡേറ്റ് കിട്ടിയില്ല, മെജോറിറ്റി കിട്ടിയില്ല എന്നോർത്ത് ആ ഇൻഡസ്ട്രിയോ ഒരു കമ്പനിയോ നശിച്ചു പോകാൻ തോന്നില്ല. ചിലപ്പോൾ ഒരു വർഷം അതിന്റെ റിവൈവൽ ചിലപ്പോൾ ഒരു വർഷം അഗൈൻ ഡിലേ ആകാം എന്നല്ലാതെ ലോങ് ടൈം ഒരു സക്സസ് സ്റ്റോറി തന്നെയാണ് ഇന്ത്യൻ കമ്പനികൾ. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് റിസൾട്ട് എന്തോ ആവട്ടെ, മാർക്കറ്റ് താഴെ പോയാലും അവരതും വീണ്ടും ഒരു അവസരം ആക്കാനുള്ള തരത്തിൽ പണം സംഭരിച്ച് വെക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് മാർക്കറ്റിലില്ല. പാർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ലാതെ, കമ്പനിയുടെ റിസൾട്ട് മോശമല്ലാതെ, കമ്പനി നന്നായി പെർഫോം ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കേണ്ടത് വാല്യുവേഷനാണ്. ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂ ആണെങ്കിൽ ഫെയർ വാല്യൂയിലേക്ക് വരാം. അപ്പോൾ അണ്ടർ വാല്യൂഡ് ആണോ ഈ സ്റ്റോക്ക് എന്നുള്ളത് സ്റ്റഡി ചെയ്ത് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും 1 year 2 year എന്നുള്ള ഒരു ടൈം ഫ്രെയിമോട് കൂടി ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. ഒരു ലോങ് ടൈം വ്യൂയോട് കൂടി സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുക. ഷോർട്ട് ടൈം ഗെയിൻ കിട്ടുകയാണെങ്കിൽ എടുക്കുക. ഇപ്പം നമുക്കറിയാം റീസെന്റ് ആയിട്ട് എത്രയോ ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് 15-20% റിട്ടേൺ 1 month തന്നെ ലഭിച്ചു. അങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത് ക്യാപിറ്റലൈസ് ചെയ്യുക. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ലോങ് ടൈം ആവുക. ഷോർട്ട് ടൈം ഗെയിൻ കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ് നല്ലത്. വ്യക്തമാണ്. ഇപ്പോൾ 4ാം പാദ പ്രവർത്തന ഫലം പുറത്തു വന്ന കമ്പനികൾ പലതും, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെ വന്ന ഫലങ്ങൾ, അതിൽ തന്നെ ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും എല്ലാം അപ്രതീക്ഷിതമായിട്ട് വളരെ മികച്ച പ്രവർത്തന ഫലം തന്നെയാണ് തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുൻനിര കമ്പനികൾ വളരെ മികച്ച പ്രവർത്തന ഫലം തന്നു എന്ന് നോക്കുമ്പോൾ കാണാം, പ്രത്യേകിച്ചും 4ാം പാദത്തിൽ. അതുകൊണ്ട് തന്നെ കറക്ഷനുകൾ അവസരമാക്കുക. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.